പി ജയരാജനായി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് ഫ്ലെക്സ് ബോർഡ്. കടമ്പൂർ ആടൂരിലാണ് പി ജയരാജനെ വിളിക്കൂ പാർട്ടിയെ രക്ഷിക്കൂ എന്ന ബോർഡ് സ്ഥാപിച്ചത്. ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നതിനാൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകവും ബോർഡിലുണ്ട്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, അപ്പോൾ പി ജയരാജൻ ആർമിയെ വിളിക്കൂ പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മുദ്രാവാക്യം. നേരത്തെയും പി ജയരാജന് വേണ്ടി അണിനിരക്കുന്ന ഒരുപാട് സഖാക്കളെ കണ്ണൂരിൽ കണ്ടതാണ്. ഇപ്പോൾ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ പി ജയരാജൻ എത്തണമെന്നാണ് പാർട്ടി അനുഭാവികൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണോ? തീർച്ചയായും കനത്ത പരാജയത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെമ്പാടും നേതൃത്വത്തിനെതിരെ അണികൾ രംഗത്ത് വരുന്നൊരു കാഴ്ച തന്നെയാണ് നീലിമ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ പലയിടത്തായി പി ജയരാജനായാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഒതുക്കാൻ ശ്രമിച്ചത് പി ജയരാജനെയാണ് എന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. വടകരയിൽ മത്സരിച്ച് തോറ്റതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പോവുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി ജയരാജനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ അവസ്ഥയിലാണ് ഇപ്പോൾ പി ജയരാജനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ കടമ്പൂർ ആടൂരിലാണ് ഈ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. പി ജയരാജനെ വിളിക്കൂ പാർട്ടിയെ രക്ഷിക്കൂ എന്ന് ഈ ബോർഡിലുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പിലെ വാചകങ്ങളും ഈ ഒരു ഫ്ലക്സ് ബോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തിരുത്തേണ്ട പാഠഭാഗങ്ങളുണ്ട്. ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന വാചകമാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ഉള്ളത്. ഏതായാലും പാർട്ടിക്കുള്ളിൽ പറഞ്ഞ പല കാര്യങ്ങളും പാർട്ടിക്ക് പുറത്തേക്ക് വന്നൊരു പരസ്യ പൊട്ടിത്തെറിയിലേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രശ്നങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഓരോ സംഭവവികാസങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നീലിമ, ഓക്കെ, പി ജയരാജനെ വിളിക്കൂ പാർട്ടിയെ രക്ഷിക്കൂ എന്ന മുറവിളി കണ്ണൂരിൽ നിന്ന് ഉയരുകയാണ്.